എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായ തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ എപ്പോഴും പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അന്നൊരു ഗർഭിണി എങ്ങാണം അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള്, ആ വേദന പോലും അവൾ അറിയില്ല. പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസവാ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണ്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തരുവോറപ്പേ, ഞാൻ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ അല്ലാ എന്ന മക്കള് പറയുന്ന ദിവസം സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാ വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണ്. വലിയ ചങ്ങലയിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ വിചാരണയില്ലാതെ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരുമ്പോ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. എല്ലാം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 3 മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം. അല്ലാഹുവേ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ പറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അല്ലാഹുവേ പരാതിയാട്. ഉസ്താദേ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ,
പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനോ അതാ പാപങ്ങളെ സഹായിക്കുന്നവനോ അല്ലാഹുവേ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ ചിലര് പറയാറുണ്ട് അല്ലാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഹോദരാ പെങ്ങളെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലോ അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അല്ലാഹ് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല അല്ലാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹു നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത് നീ 5 നേരം നിസ്കരിക്കുന്നവനാ ഖുർആൻ ഓതുന്നവനാ കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നവനോ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനോ എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളു കുടിച്ചവന്മാരെയല്ലോ വ്യഭിചരിച്ചവരെയല്ലോ പലിശ തിന്നവരെയല്ലോ നിസ്കരിക്കാത്തവനെയല്ലോ കാഫിരീങ്ങളെയല്ലോ അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ അവരെയാണ് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ തന്റെ വാപ്പാന്റെ മുഖം അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ലല്ലോ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ അല്ലാഹുവേ താങ്ങും തണലുമായി നിന്നവര് ഓരോന്നായി ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ 3 വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് പ്രയാസമായിരുന്നു അനുചരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ ഈ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിക്കെട്ട് നടന്ന പ്രവാചകനോ തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ കുടിക്കാ വെള്ളമില്ലോ ധരിക്കാ വസ്ത്രമില്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു വഫാത്താകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പടച്ച റബ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് സ്നേഹം കൂടിയത് കൊണ്ടാ അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബാ ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ പക്ഷേ കയ്യിൽ അമലുകളില്ല ഒരുപാട് സൽക്കർമ്മങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക അല്ലാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് മാരക രോഗങ്ങൾ കൊടുത്തിട്ട് ക്യാൻസർ കൊടുത്തിട്ട് ട്യൂമർ കൊടുത്തിട്ട് കിഡ്നി തകർത്തിട്ട് അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ അല്ലാ എന്നിട്ടാ ശമിച്ചതിന് പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ പരീക്ഷണമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 6 മക്കളെയല്ലേ കബറടക്കിയത് സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയെറിഞ്ഞ വാപ്പയാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചു
ചോദിച്ചു. എല്ലാ സ്നേഹ കൂടുതൽ കൊണ്ടാ തിരിച്ചറിയാ കഴിയണം ബാപ്പോ, മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പൊന്നുമോള്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ശത്രുക്കൾ എന്റെ പച്ചയിറച്ചി കരിച്ചു നബിയേ, തീക്കകത്തിട്ട് കത്തിച്ചിരിക്കുകയാണ്. പച്ചയിറച്ചി കരിഞ്ഞ ശരീരം കൊണ്ട് വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. തലയുടെ മുകളിൽ ഏർച്ചവാള് വെച്ചിട്ട് അവരോട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ തലയുടെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചവാള് വെച്ചിട്ട് അവിടെ നിന്ന് രണ്ടായിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര്, അള്ളാഹുവോട് പരാതി പറയുന്നവര്, നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അള്ളാഹു ചോദിക്കുകയാ, എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അതങ്ങ് ഓസിന് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു പറയുകയാ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോ അള്ളാഹു തന്നെ പറയുകയാ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം, അവൻ അള്ളാഹു ഭയം കൊടുക്കുകയോ, അവന് പട്ടിണി കൊടുക്കുകയോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ, അവൻ അള്ളാഹു രോഗം കൊടുക്കുകയോ, അവന്റെ കച്ചവടം അള്ളാഹു നശിപ്പിക്കുകയോ, എന്തിനവന്റെ മക്കളുടെ മയ്യത്ത് അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ, ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, കുറ്റം പറയില്ലേ, പരാതി പറയില്ലേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പരാതി പറയുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. തന്റെ മുന്നിൽ വന്ന് പരാതി പറയുന്നവരോട് എന്റെ മുന്നിൽ വന്നിട്ട് രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെ കുറിച്ച് കടങ്ങളെ കുറിച്ച് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അള്ളാഹു ഒരു പ്രവാചകന്റെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അള്ളാഹു എന്ത് പ്രയാസം കൊടുത്താലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവൻ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അങ്ങനല്ല, നമുക്കങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കച്ചവടമൊക്കെ തകർന്നു, മക്കളൊക്കെ മരണപ്പെടുന്നു, രോഗങ്ങളായി, അപ്പോൾ പറയും ആരോ മുട്ട കുഴിച്ചിട്ട് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആരോ വീട് അല്ലോ മുട്ട കുഴിച്ചിട്ടുണ്ടോ, വെറ്റില കിട്ടുന്നുണ്ടോ, തകിട് കിട്ടുന്നുണ്ടോ, അല്ല, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത് ഉണ്ടോ ഇല്ലേ അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല വിഷയം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മരിക്കുന്ന വരെയുള്ള സർവ്വ കാര്യങ്ങളും. അതിലെ ചില കാര്യങ്ങൾക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റൂ. ബാക്കിയെല്ലാം അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ, ഞാൻ അനുഭവിക്കുക തന്നെ വേണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ്. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? ക്യാൻസർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? ഇല്ല. ഞാനും ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്യും, അള്ളാഹുവേ ഇത് വരരുതെന്ന്. എങ്കിൽ നാളെ ക്യാൻസർ രോഗിക്ക് അള്ളാഹു പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ, എനിക്കിത് വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. കാരണമെന്തേ? 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന്. അപ്പൊ ക്യാൻസർ, ഉദരരോഗം, വയറിൻ്റെ അകത്ത് വരുന്ന രോഗങ്ങൾ കാരണം മരണപ്പെടുന്നവൻ, അപ്പം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്യാൻസർ പോലെയുള്ള രോഗം വന്ന് മരണപ്പെട്ട അവന് ഷഹീദിന്റെ കൂലിയാ. നാളെ ശുഹദാക്കളുടെ കൂടെ വിടുന്നത് കാണുമ്പോൾ ഇത് വരാത്തവൻ പറയും അത്ര, എനിക്ക് വന്നില്ലല്ലോ എന്ന്. അള്ളാഹു നമുക്ക് ഈ മധുരമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു എന്തെങ്കിലും ഒരു നടുവേദന വന്നാൽ പരാതി, ഒരു തലവേദന വന്നാൽ പരാതി, എന്തും പരാതി. എപ്പോഴും ഇങ്ങനെ മുഖത്ത് എഴുതി വെച്ചേക്കണ പോലെ രോഗം. ഞാനൊരു രോഗിയാണെന്ന് കാണുന്നവർ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എന്നിട്ടോ എല്ലാം ക്ഷമിക്കുകയും ചെയ്യും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിക്കാൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാ. ഏത് പ്രവാചകനെന്നറിയുവോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. സമയം കിട്ടുമ്പോ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, പഠിക്കാൻ ഒരുപാട് ഗുണപാഠമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ വായിച്ചു നോക്കിയിട്ട് അതുപോലെ ഒരു പെണ്ണാകാ പഠിക്കു പൊന്നുമോള്. അല്ലാഹുവേ, രോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലവാ. അല്ലാഹുവേ, ഭർത്താവിന്റെ കഴുത്തിറക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. രോഗിയായ വലിച്ചെറിഞ്ഞിട്ട് കാമുകനെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക് പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ച പ്രവാചകരോ, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുത്ത പ്രവാചകരോ. പടച്ചവര് 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവില് കൊട്ടാരത്തില് അല്ലാഹുവേ, പട്ടിണി എന്താണ്, പരിപട്ടം എന്താണ്, പ്രയാസം എന്താണ്, വേദന എന്താണ്, ഒരിക്കലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അറിയില്ലായിരുന്നു. പടച്ചവനെ, എന്നിട്ടും അല്ലാഹുവിനെ നന്ദി കാണിച്ച് ജീവിച്ച പ്രവാചകരാ. മലക്കുകൾ അയ്യൂബ് നബിയെ കുറിച്ച് എപ്പോഴും പറയുന്നത് കേൾക്കുമ്പോ ഇബ്ലീസിന് വല്ലാത്ത അസൂയ തോന്നി. അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അയ്യൂബ് നിന്നെ മറക്കുമല്ലാ. അല്ല പോലും പറഞ്ഞില്ലടാ ഇബ്ലീസ്, എടാ ശപിക്കപ്പെട്ടവരെ, എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇബ്ലീസ് പറഞ്ഞില്ല തമ്പുരാര്, നീ കൊടുത്തു നോക്ക് തമ്പുരാര്. ഇബ്ലീസ് അവിടെന്ന് പറയുമ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹു അവിടെന്ന് പരീക്ഷണം കൊടുക്കുകയാ. അയ്യൂബ് നബി അവസാനം തന്റെ കൊട്ടാരം വിട്ടു ഒറ്റയ്ക്ക് വീട് വെച്ച് താമസിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരൊറ്റ രാവ് വെളുത്തപ്പോ അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഇന്നലത്തെ കോടീശ്വരൻ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ലോ. എല്ലാം അയ്യൂബ് നബിയുടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തും അയ്യൂബ് നബി പറഞ്ഞതെന്തെന്നറിയോ? ഇബ്ലീസ് മുന്നിൽ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാം അല്ലാഹു തന്നു, അവൻ തന്നെ തിരിച്ചെടുത്തു. അയ്യൂബ് നബി പരാതി പറഞ്ഞില്ലോ. എന്നിട്ട് അയ്യൂബ് നബിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത ഒരു രോഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഭയാനകമായ ഒരു രോഗമാണ് കൊടുത്തത്. പടച്ചവൻ അവിടുത്തെ ശരീരത്തിന്റെ തോലുകൾ ഇങ്ങനെ പൊങ്ങുകയാണ്, പഴുത്തു പൊട്ടുകയാണ്. അതിലൂടെ
ചലങ്ങളൊലിക്കുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്. ഒരാള് പോലും അടുത്ത് വരുന്നില്ല, ഒരാള് പോലും അടുത്ത് വരുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം പടരുമെന്ന് ഇബ്ലീസ് പറഞ്ഞ് പരത്തുകയാ. അവസാനം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആട്ടിയിറക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കി. ഒരാളും കൂടെയില്ലോ. കുടുംബക്കാര് മുഴുവനും കൈയൊഴിഞ്ഞപ്പോ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. അല്ലാഹുവേ, മഹാനായ അയ്യൂബ് നബിയുടെ കയ്യിൽ പിടിച്ചു നടക്കുകയാ. രോഗം വരുമ്പോ, നടുവേദന വരുമ്പോ, തലവേദന വരുമ്പോ, കാലിന്റെ മുട്ടിന് വേദന എടുക്കുമ്പോ പരാതി പറയുന്ന വാപ്പമാരെ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പടച്ചറപ്പ് രോഗം കൊടുത്തിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ ഇങ്ങനെ അതാ കൂടുകയാണ്. അവിടുത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയോ, എല്ലുകള് വെളിയിൽ കാണുകയോ, നടക്കാമയ്യാ, ഇരിക്കാമയ്യോ. അല്ലാ, റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. ഒരുമ്മ 10 മാസമാണ് കുഞ്ഞിനെ ചുമക്കുന്നത്. പക്ഷേ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നത് 18 കൊല്ലവാ. ചുമന്നുകൊണ്ട് നടന്നു പെങ്ങള്. രോഗം പിടിച്ചപ്പോ കളഞ്ഞിട്ട് പോയില്ല, കണ്ടവന്റെ കൂടെ പോയില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാതാ റഹ്മത്ത് ബീബി ചുമന്നുകൊണ്ട് നടക്കുകയാ. അവിടെ ഒരു ദിവസം നോക്കുമ്പോ അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബിയോട് ചോദിക്കുന്നു, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ, നിങ്ങൾ ചോദിക്കുന്ന കാര്യം അല്ലാഹു തരുമല്ലോ. ഈ രോഗമൊന്ന് ശിഫയാക്കി തരാൻ ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബിയുടെ ഭാര്യ പറയുമ്പോ അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, റഹ്മത്തേ, അല്ലാഹു എനിക്ക് ഒരുപാട് ആരോഗ്യം തന്നു, ഒരുപാട് സമ്പത്ത് തന്നു, ഭാര്യ മക്കളെ തന്നു, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു എനിക്ക് വാരിക്കോരി തന്നു. എന്തിനാ അല്ലാ ഇതൊക്കെ എനിക്ക് തന്നതെന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റബ്ബൊരു പരീക്ഷണം തന്നപ്പോ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് വയ്യ. എന്നെ നോക്കി നീ മടുത്തെങ്കിൽ എന്നെ കളഞ്ഞിട്ട് പൊക്കോ റഹ്മത്ത്. ഞാൻ അല്ലാഹുവോട് പറയൂല, ഞാൻ അല്ലാഹുവോട് പറയൂല. 18 കൊല്ലം നടന്നു വാപ്പാ, 18 വർഷം നടന്നു. എന്നിട്ടൊരിക്കൽ പോലും അല്ലാ എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാ. ഒരിക്കൽ പോലും ദുആ ചെയ്തില്ല. എല്ലാ ദിവസവും ശൈത്താൻ കടന്നു വരും. അയ്യൂബ് നബി പരാജയപ്പെടുന്നുണ്ടോ? പടച്ചവനെ, അവസാനം പിരിഞ്ഞു പോകും. അവസാനം ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി തന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തുകയാണ്. തളർന്നു കിടക്കുന്ന രോഗം പിടിച്ച കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമായി. അടുത്തു ചെല്ലുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നതെന്തെന്നറിയോ? നാദാ, എന്റെ വായിക്കകത്തൊക്കെ രോഗം വന്നിട്ട് എനിക്ക് ദിക്ർ പറയാൻ കഴിയുന്നില്ല റബ്ബേ, നിന്നെ സ്തുതിക്കാൻ കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് വഇന്നീ മസ്സനിയല്ലുറു അന്ത അർഹമുർ റാഹിബീൻ. രോഗം മാറ്റണമെന്നല്ല പറഞ്ഞത്, എനിക്ക് നിനക്ക് ദിക്ർ ചെയ്യാൻ കഴിയുന്നില്ലോ. ആ പ്രയാസമെങ്കിലും ഒന്ന് മാറ്റിത്താ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം ഒന്ന് ദുആ പോലും ചെയ്യാൻ
ചെയ്യാൻ മനസ്സ് കാണിച്ചില്ലോ. അതുകൊണ്ട് നിനക്ക് പഠിക്കാറുള്ള ചരിത്രമോ, പാഠം ഉൾക്കൊള്ളാറുള്ള ചരിത്രമോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചോ പാലിരുപികളും തേനിരുപികളും കള്ളാറൊക്കെ ഒഴുകുന്നോ പടച്ചറപ്പിന്റെ ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരുപികളും തേനിരുപികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടും പരിശ്രമത്തിലൂടെയോ അത് ലഭിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ രോഗം വരുമ്പോ പരാതി പറയല്ലേ, കടം വരുമ്പോ പരാതി പറയല്ലേ, പട്ടിണി വരുമ്പോ പരാതി പറയല്ലേ, പണമില്ലാതെ വരുമ്പോ പ്രിയപ്പെട്ട പെങ്ങള് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാണ്, ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജയോടാ. അല്ലാഹുവേ എന്തു പറഞ്ഞാലും ഖദീജ മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് ആരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ അതിന്റെ ഒരു വിഹിതം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. അല്ലാ, അതിന്റെ കാരണം എന്തെന്നറിയോ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത്രയ്ക്ക് സ്നേഹിക്കാറുള്ള കാരണം എന്താ? 40ാമത്തെ വയസ്സിൽ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്, പ്രവാചകനെ അവിടെ നിന്ന് കളിയാക്കുകയാണ്. അവസാനം ഊരു വരക്കുമ്പോ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് റസൂലുള്ള കടന്നു പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ. പറയാറുള്ള കാരണം എന്തെന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ. പട്ടിണി എന്താണെന്നറിയില്ലോ, ദുരിതം എന്താണെന്നറിയില്ലോ, പ്രയാസം എന്താണെന്നറിയില്ലോ, സുഖ ആഡംബരങ്ങൾക്ക് നടുവിലൂടെ ജീവിച്ചവളാണ് ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ചു, മരിക്കാനാണെങ്കിൽ ഒരുമിച്ചു, മരണം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. പട്ടിണിയാണെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കടക്കാ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ. പെങ്ങളെ അതുപോലെയാകണം പൊന്നുമോള്. അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ കുറ്റപ്പെടുത്തല്, പരാതി പറയല്. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ, നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ പഠിക്കുന്നതല്ലേ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യം എന്താ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ.
എന്തേ? മഴ പെയ്യുന്ന സമയത്ത് ദുആഇക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കും. നമ്മൾ ഇന്ന് രാജാക്കന്മാരാ. അള്ളാഹു നമ്മുടെ സദസ്സിലെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 പെയ്ത് നന്നായി, പുറത്തേക്കുന്നതിനുള്ള അകത്ത് കയറിയല്ലോ. പെയ്തത് നന്നായി, പുറത്തു നിന്നവരൊക്കെ മൈക്ക് സെറ്റുകാരന്മാർ കിടന്ന് ഓടുക, പാവപ്പെട്ടവന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ 2 പുറകിരിക്കുന്നവരെ ഇങ്ങോട്ട് അടുത്ത് നിന്നാൽ ഞാൻ ഇത്തിരി ശബ്ദം കുറയ്ക്കാം. പുറകെ നിൽക്കുന്നവരെ അമീനെ നീ സ്ക്രീൻ ഇട്ടിട്ടുണ്ടില്ലേ? സ്ക്രീൻ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അങ്ങ് പോയിരിക്കണേ. 2 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമേതാ? സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ വിചാരണയുടെ ഭയാനകമായ ദിവസത്തില് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗമാരോ? കരുനാഗപ്പള്ളിക്കാര് മുഴുവനും രാത്രി തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് ഉറങ്ങുമ്പോ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന വാപ്പാ, 2 റക്അത്ത് നിസ്കരിക്കുന്ന പെങ്ങള്, നാളെ വിചാരണയില്ലാതെ നീ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും, പകല് പള്ളിയിൽ പോകാൻ ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റും, പക്ഷേ പാതിരാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. തന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് തഹജ്ജുദ് നിസ്കരിപ്പിക്കാറ്, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യാ. അവിടെ നിന്ന് നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പെങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷിക്കും മുസ്ലിമേ, സന്തോഷിക്കും മുസ്ലിമേ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയുന്നവര്, ഉസ്താദേ എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എന്റെ ദുആ സ്വീകരിക്കുന്നില്ലോ, എനിക്കൊരു വീട് ഇതുവരെ കിട്ടിയില്ലോ, എനിക്ക് മക്കളെ കിട്ടിയില്ലോ, കച്ചവടം നഷ്ടത്തിലാണ്, എന്റെ ജീവിതം പ്രയാസത്തിലാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ. പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോനെ, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ചെറുപ്പക്കാരോ, കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരുണ്ട്, ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട്, അല്ലാഹുവിനെ മറന്നു നടക്കുന്ന മനുഷ്യ, ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരോ, ഉസ്താദേ എവിടെ കൊണ്ടാണ്? ഞാൻ കള്ളു കുടിക്കുന്നവനാണ് ഉസ്താദ്, ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? പടച്ചവര്, കള്ളു കുടിച്ചിട്ട് വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഉമ്മയെ തല്ലുന്ന മക്കളുടെ കാലവോ, പെറ്റ ഉമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ഉസ്താദ്, എന്റെ പൊന്നുമോൻ എന്നെ തല്ലുന്ന ഉസ്താദ്, അവന്റെ വാപ്പി അവന് ചീത്ത വിളിക്കുന്നു, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാ ദുആ ചെയ്യൂ, എന്റെ പൊന്നുമകനൊന്ന്
നന്നാകാ ദുആ ചെയ്യുവോ? പടച്ചവനെ, ഫേസ്ബുക്കിൽ കള്ളു കുടിക്കുന്നവർക്കെതിരെ വഅദ് പറഞ്ഞപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകളിൽ അല്ലാഹുവേ പല ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ടെഴുതുന്നത്, ഉസ്താദേ വാപ്പ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ പിടിച്ച് തല്ലുന്നത് കണ്ടിട്ട് സഹിക്കാ കഴിയുന്നില്ല ഉസ്താദ്. അല്ലാഹുവേ കള്ളു കുടിക്കുന്നവനാ ഉസ്താദ്, നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ദുആ ചെയ്യടേ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, കള്ളുകുടിയുമായി ബന്ധപ്പെട്ട ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം ചെറുപ്പക്കാരോ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസുതുൻ ലാ യദ്ഖുലൂനൽ ജന്ന. കള്ളു കുടിക്കുന്നവൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല, 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കൂല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? തന്റെ തൊണ്ടക്ക് കുടിക്ക് താഴ് കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, ജീവിതത്തിലെ കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ, മൻശരിബൽ ഖംറ നൂറുൽ ഈമാൻ, കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഈമാനില്ലോ, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലോ. ആത്മാർത്ഥമായിട്ടുള്ള തൗബയല്ലോ 40 ദിവസം അവന്റെ ദുആയിന് ഇജാബത്തില്ല. പ്രവാചകൻ അവിടെന്ന് പറയുന്നു, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ കള്ളുകുടിയാ നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബറിന്റെ അകത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ടിട്ട് എല്ലാവരും അവസാനം നിന്റെ തല പിടിച്ച് കിബിലയുടെ നേരെ തിരിച്ചു വെക്കുവല്ലോ, എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുവല്ലോ. പോയി നോക്കടാ ചെറുപ്പക്കാരാ, കള്ളു കുടിച്ച് ചത്തുപോയവന്റെ ഖബർ മാന്തി നോക്ക്, അവന്റെ തല കിബിലയുടെ നേരെ കിടക്കൂല, അവന്റെ തല കിബിലയ്ക്ക് എതിരാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാ വരുന്നതെന്നറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയാ? റസൂലുള്ള പറയുന്നു, സഹാബാ, പേപ്പട്ടിയുടെ കോലത്തിലാ. പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ഈളപൊലിപ്പിച്ചിട്ട് വരുന്നത് പോലെ കള്ളുകുടി എന്നാളെ പരലോകത്ത് വരുമ്പോ നെഞ്ചിന്റെ ഭാഗം വരെ നാക്കിങ്ങനെ നീണ്ടു കിടക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ, പുഴുത്ത് നാറുകയാ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ സമാനിയത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹുവിന്റെ സ്വർഗമില്ല, അവൻ അല്ലാഹുവിന്റെ സ്വർഗമില്ല. കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരാ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ചുണ്ടിന്റെ അടിയിലും നാവിന്റെ അടിയിലും മുറിവിനകത്തേക്ക് മയക്കുമരുന്ന് കയറ്റിവെക്കുന്ന യുവത്വേ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടൂലടാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണാനുള്ള യോഗ്യതയില്ലോ. നീ എവിടെയാണ് കിടക്കുന്നതെന്നറിയോ? നെഹ്റുൽ ഹിബാൽ, നരകത്തിന്റെ അടിത്തട്ടിൽ ഒരു നദിയുണ്ടടാ പൊന്നുമോര്. യാ റസൂലല്ലാഹ്, നെഹ്റുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ, നരകവാസികളുടെ ചലം ഒഴുകുന്ന നദിയാ. നരകവാസികളുടെ ചീഞ്ചലമുണ്ടല്ലോ,
അത് ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവേ മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജൂ, കള്ളുകുടിയന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ വാപ്പാ, നന്നാകൂല വാപ്പാ. ആയിഷ ബീബിയാണ് പറയുന്നത്, ആയിഷ ബീബിയാണ് പറയുന്നത്, മൻ ശരിബൽ ഖംറ ഫലാ തസവ്വജൂ, പോറ്റി വളർത്തിയ പൊന്നുമോള് കള്ളുകുടിയന്റെ കയ്യിൽ കൊടുക്കല്ലേ. വഇൻ മരിദാ ഫലാ തഊദൂ, ചാകാൻ കടന്നാ തിരിഞ്ഞു നോക്കല്ലേ. കള്ള് കുടിച്ച് കിടക്കുന്നവന് അവൻ കിടക്കുമ്പോഴും കള്ളാണ് കുടിക്കുന്നത്, അവൻ തൗബ ചെയ്തിട്ടില്ലോ. അവൻ ചാകാൻ കിടക്കുമ്പോ, രോഗം പിടിച്ച് കിടക്കുമ്പോ അവന് രോഗ സന്ദർശനം നടത്തല്ലേ. ഫലാ തുസല്ലി അലൈഹി, അവന്റെ മയ്യത്ത് നമസ്കരിക്കല്ലോ, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കല്ലോ, അവനെ മുസ്ലിമീങ്ങളെ അടക്കുന്നിടത്ത് അടുക്കല്ലേ, അവനോട് സലാം പറയല്ലേ, അവന് ഭക്ഷണം കൊടുക്കല്ലേ. കള്ളു കുടിക്കുന്നവനെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട് വിളമ്പി കൊടുക്കുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ള പറയുകയാ, ഒരുരുള്ള ഭക്ഷണം കൊടുത്താ ഒരു നേരത്തെ ഭക്ഷണമല്ല, കള്ളു കുടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ വിഭാഗത്തിന്റെ തലേ ദിവസം വീട്ടിൽ വിളിച്ചെടുത്തിയിട്ട് ഭക്ഷണം കൊടുത്താ, നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചോ, നിന്നെ പാല് തന്ന് പോറ്റി വളർത്തിയ നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യവാടാ കള്ളുകുടിയനെ ഭക്ഷണം കൊടുക്കുന്നത്. അവന് പൈസ കൊടുക്കുന്നത് ഇസ്ലാമിനെ പൊളിക്കുന്നത് പോലെയാ, അവന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചെറുപ്പക്കാരാ, കള്ളുകുടിയന്റെ കൂടെ നടക്കല്ലേ, അവന്റെ കൂടെ ഇരിക്കല്ലേ, അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ. നടന്നാ നിന്നെ തിരിച്ചറിയുമടാ. കള്ളുകുടിയന്റെ കൂട്ടുകാരന് നാളെ പരലോകത്ത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുവോ? ഇവിടത്തെ കബറിന്റെ അകത്ത് നിന്ന്, പള്ളിക്കാട്ടിൽ നിന്ന് കള്ളുകുടിയന്റെ കൂടെ നടന്നവന്മാരെ മുഴുവനും വരുന്നത് എങ്ങനെയെന്നറിയോ? അന്ധന്മാരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാൻ ഒരു മടി. നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ പറയാൻ ഇത്തിരി മടിയാ, അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര കാര്യം പഠിച്ചു. കള്ളു കുടിക്കുന്നവന് മാത്രമേ നീ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. കാരണം എന്ത്? ഇന്നതൊരു ഫാഷനാ. കള്ളുടെ ഒരു 60 അടിക്കും. ആ സന്തോഷം വരുമ്പോ മാത്രം, കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോ മാത്രം. ഓ പാവല്ലല്ലേ. സ്വന്തം ബാപ്പയെ തല്ലുന്ന മക്കളുടെ കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. അവന്റെ മയ്യത്ത് നിസ്കരിക്കും. പള്ളിയിലെ സെക്രട്ടറി കള്ളു കുടിക്കുന്നവനാ, മരിച്ച പിന്നെ പള്ളി കൊണ്ടു നടക്കാതെ പിന്നെ എവിടെ അടക്കാനാ? പള്ളിയിലെ കമ്മിറ്റിക്കാരന്മാര് പോലും കള്ളു കുടിക്കുന്നവന്മാരാ. അവന്റെ മോ മരിച്ചുപോയി, പള്ളി കൊണ്ടുപോയി നടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ അടക്കും? ഇവിടെ ബദർ നടക്കും. അപ്പൊ എന്താ ചെയ്യാ? പുഴുത്തു നാറും വീട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യണമല്ല? നുവല്ലിഹി മാ തവല്ലാ വനുസ്രി. പറയാനുള്ളത് പറ നബിയെ, പറയാനുള്ളത് പറ. കേൾക്കാതിരിക്കുന്ന അവന്റെ ഇഷ്ടം. ചത്താ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേരാ, ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.